Welcome to Sunshine Creations. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ബോ പിള്ളേരുടെ തലയിൽ വയ്ക്കുന്ന ബോയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളതെങ്ങനെ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ 2 ഷീറ്റായിട്ടാണ് ചെയ്യണത്. ഇതൊരു പീസാണ്, വലിയ പീസ്. അത് 23 ചെയിനാണ് എടുക്കുന്നത്. 23 ചെയിൻ എടുത്ത് ഞാനത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ടൈം പിടിക്കും, അതുകൊണ്ട് ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്കത് നോക്കാം. ഇനി ഒരു സ്മാൾ ഷീറ്റും ചെയ്യണം. അപ്പോൾ അതിനുള്ളത് ഞാൻ കാണിക്കാം. ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. ചെയിൻ 17 ചെയിൻ എടുക്കുക. നയൻറ്റീൻ എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് 19 ആണ് എടുക്കുന്നത്. 17 എടുക്കാം. വാലൊത്തിരി നീളം വേണമെങ്കിൽ 19 എടുക്കാം. 19 എടുത്തോ. 19 ചെയിൻ എടുക്കുക. എന്നിട്ട് തിരിച്ച് 4th ചെയിനിൽ കൊണ്ടുവന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിൽ അടുത്തത്, എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, അതിൽ കൊണ്ടുവന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും 2 ചെയിൻ എടുക്കുക. അങ്ങനെ ചെയ്തു പോയാൽ മതി. അങ്ങനെ അത് എടുക്കുക, 2 ചെയിൻ എടുക്കുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ എടുക്കുക. ഇങ്ങനെ ചെയ്യുക. ലാസ്റ്റ് വന്നിട്ട് ഒരു ചെയിൻ എടുത്ത് മറിക്കുക. ചെയിൻ എടുത്തതിന് ശേഷം മറുവശത്ത് ചെയ്യണം. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഡബിൾ ക്രോഷ്യ എടുത്തില്ലേ, അതിൽ തന്നെ കുത്തി ഒരു ഡബിൾ ക്രോഷ്യ എടുത്ത് 2 ചെയിൻ എടുക്കുക, അടുത്ത ഡബിൾ ക്രോഷ്യയിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ എടുക്കുക. അങ്ങനെ പോയാൽ മതി. അങ്ങനെ അതൊരു 19 റോ ചെയ്യണം. ഇത് സ്മാൾ ഷീറ്റിന് വേണ്ടിയാണ്. ബിഗ് ഷീറ്റിന് 28 എടുക്കാം. ഞാൻ 28 ആണ് എടുത്തത്, അതുകൊണ്ട് അത് വലിപ്പമായി. 23 എടുത്താലും മതി. 23 ആണ് അത് എടുക്കണമെങ്കിൽ ഇത് 17 എടുത്താൽ മതി, സ്മാള്. അപ്പോൾ അത് ആ ഡബിൾ ക്രോഷ്യയുടെ അതിൽ ചെയ്യുക.
ഡബിൾ ക്രോഷയുടെ പുറത്ത് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, ഡബിൾ ചെയിൻ 2 ചെയിൻ എടുക്കുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ഇതിൽ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 2 ചെയിൻ എടുത്ത് ഡബിൾ ക്രോഷേ എടുത്ത് വീണ്ടും 2 ചെയിൻ എടുത്ത് ഡബിൾ ക്രോഷയുടെ പുറത്ത് ഡബിൾ ക്രോഷേ ചെയ്തു. അങ്ങനെ പോയാൽ മതി. അങ്ങനെ 19 റോ എടുക്കണം. ഞാനിപ്പോൾ അതൊരു 3 റോ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അതൊരു 19 റോ ചെയ്യണം. 19 റോ ചെയ്തിട്ടുണ്ട്. ഇതാ കാണാം. ഇനി അതിൻ്റെ അരിയിൽ ഇങ്ങനെ പീക്ക് പോലെ ചെയ്യണം. പീക്ക്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കതൊരു ഡബിൾ ക്രോഷ്യ അതിൻ്റെ അകത്തിട്ട് 3 ചെയിൻ എടുത്ത് ഡബിൾ ക്രോഷ്യയ്ക്ക് വേണ്ടി അതിൽ കുത്തിയെടുക്കണം. ആ നമ്മളിട്ട സിംഗിൾ ക്രോഷ്യയുടെ ഇതിൽ കുത്തി വേണം ഡബിൾ ക്രോഷ്യ എടുക്കാൻ. എന്നിട്ട് അത് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഉറപ്പിക്കണം. ഉറപ്പിക്കുമ്പോൾ അതൊരു പീക്ക് പോലെ കിട്ടും. 3 ചെയിൻ യാൺ ഓവർ എടുത്തിട്ട് അതിൽ കൊണ്ടുവന്ന് കുത്തിയെടുക്കണം. ഡബിൾ ക്രോഷ്യ ഇതുപോലെ ബിഗ് ഷീറ്റിലും ചെയ്യണം. അരിയിൽ ഇങ്ങനെ ഒരു പീക്ക് പോലെ കിട്ടാനാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ നേർത്ത ഊളിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നൂല് വേണമെങ്കിൽ നൂലിൽ ചെയ്യാം. നൂലിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നെറ്റ് പോലെ കിട്ടും. നൂലെന്ന് പറഞ്ഞാൽ മെർസറൈസ്ഡ് കോട്ടൺ ആണ്. അതിൽ ചെയ്താലും കൊള്ളാം.
അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നലെ കണ്ടില്ല. ആ എന്നിട്ട് നമ്മൾ ഈ പീക്ക് വലിയ ബിഗ് ഷീറ്റിൽ എടുത്ത് ഈ പീക്കിൻ്റെ എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അത് കുറച്ച് ജോയിൻ ചെയ്യണമല്ലോ, അങ്ങ് റഫായിട്ട് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ അത് പല സ്ഥലത്ത് പോകും. അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പീക്കായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഊളായതുകൊണ്ടാണ് കട്ടി വന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് നേർത്ത ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഫുള്ള് ചെയ്യുക. സ്മാൾ പീസിൽ അത് ചെയ്യണ്ട, ബിഗ് പീസിൽ മാത്രം ചെയ്താൽ മതി. നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ പ്ലീറ്റ് പോലെ എടുത്ത് ഇങ്ങനെ ബോയാക്കി എടുത്തിട്ട് ഈ സ്മാൾ പീസിനെ വാല് പോലെ സെൻറ്ററിൽ പിടിച്ച് അതിലങ്ങ് കെട്ടി ഉറപ്പിച്ച്, ഇനി അതിൻ്റെ സെൻറ്ററിലൊരു ബെൽറ്റ് പോലെ വയ്ക്കണം. അപ്പം അതിന് വേണ്ടി നമ്മളൊരു 7 ചെയിൻ എടുക്കുക. 7 ചെയിൻ എടുത്തിട്ട് അത് കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ്യോ കൊണ്ട് കവർ ചെയ്യുക. ഒരു 7 ചെയിൻ എടുത്തിട്ട് ഒരു 6 ലൈനോ 8 ലൈനോ ചെയ്യാം. നമുക്ക് വീതി വേണമെന്നുള്ള അനുസരിച്ച് ഇതിലൊത്തിരി വീതി വേണ്ടി വന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 8 എടുത്തു. അപ്പോൾ അത് അങ്ങനെ എടുക്കുക. ഇത് കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ്യോ ഇങ്ങനെ നേരെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും സിംഗിൾ ക്രോഷ്യോ തന്നെ എടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ബെൽറ്റ് പോലെ കിട്ടും. അത് കൊണ്ടുവന്ന് ഇതിൽ ജോയിൻ ചെയ്യണം.
15 ലൈനെങ്കിലും ചെയ്യണം. എങ്കിലേ അതിന് നമ്മളത് വെച്ച് നോക്കിയാൽ മതി. സെൻറ്ററിൽ വെച്ചിട്ട് അവിടെ എത്തുന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തുക. നമ്മളൊരു റബ്ബർ ബാൻഡ് പോലത്തെ എന്തെങ്കിലും ഇട്ട് നമ്മൾ ഇതിലിടുന്ന സാധനം റൗണ്ട് ഉണ്ടല്ലോ, റബ്ബർ ബാൻഡല്ല, മറ്റേ മായ്ക്കാനൊക്കെ കിട്ടും, അത് വെച്ചിട്ട് വേണം ഇതിൽ ചെയ്യാനായിട്ട്. ബാക്ക് സൈഡിൽ കൊണ്ടുപോയി ആ റൗണ്ട് എടുത്ത് അതിൽ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന് കവർ ചെയ്യണം. കവർ ചെയ്തെടുത്ത് അതിങ്ങനെ ടൈറ്റായിട്ട് വെച്ച് എന്നിട്ട് അതിൽ തച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കി വേണം അത് ചെയ്യാൻ. നീളം ഇതൊരു 15 16 17 ഉണ്ടെന്ന് തോന്നുന്നു. 17 ലൈൻ ഞാൻ ചെയ്തു. നൂലിലാണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല, കുറച്ചേ വേണ്ടി വരുള്ളൂ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കെട്ടിട്ട് പോവുക തെച്ച്. വെറുതെ തച്ച് വിടരുത്, അത് ഊരിപ്പോവും ചിലപ്പം. അപ്പം നമ്മളതിലൊരു കെട്ടുകൂടെ ഇട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കും. അത് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം അങ്ങനെ ചെയ്യണം, എങ്കിലേ അത് ഇരിക്കുകയുള്ളൂ. കെട്ടിടണം, ആ ഇതിൽ കൊണ്ടുപോയി നമ്മൾ കെട്ടിട്ടാണ് വയ്ക്കുന്നത്. 1-2 പ്രാവശ്യം അതുപോലെ ചെയ്യുക, എന്നിട്ടത് ഉറപ്പിച്ച് നിർത്തുക. സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ എന്നെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കണം. എന്താണ് ഇതിൽ ഇനി മെച്ചപ്പെടുത്താനുള്ളതെന്ന് വെച്ചിട്ട് അറിയിക്കണം. ഇതിപ്പോൾ ബോയായി. ഇങ്ങനെ നമ്മുടെ ബോ റെഡി. ഇതിൽ വേണമെങ്കിൽ നമ്മൾ ക്ലിപ്പും വെച്ച് എടുക്കാം. നമ്മുടെ ബോ റെഡി, ക്രോച്ചറ്റ് ബോ.